ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് സന്തോഷം നഷ്ടപ്പെടുന്ന അവസ്ഥകളുണ്ടാകും. ഒരുപക്ഷെ പ്രയാസമായിരിക്കാം, ഭാരമായിരിക്കാം, രോഗങ്ങളായിരിക്കാം, പ്രതികൂലങ്ങളായിരിക്കാം. എന്നാൽ ഈ നഷ്ടപ്പെട്ട സന്തോഷം നമുക്ക് എങ്ങനെ തിരികെ ലഭിക്കും? ഈ നഷ്ടപ്പെട്ട സന്തോഷം നമുക്ക് തിരികെ ലഭിക്കുവാൻ ദൈവവചനം ഒരു രഹസ്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ വർഷത്തെ ഈ നോമ്പുകാലത്തെ ധ്യാന ചിന്തയിലൂടെ ആ രഹസ്യം എന്തെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സദൃശ്യവാക്യം 11 അധ്യായം 25 വാക്യം ഇങ്ങനെ നമ്മെ ഓർപ്പിക്കുന്നു: ഔദാര്യ മനുഷ്യൻ പുഷ്ടി പ്രാപിക്കും, തണുപ്പിക്കുന്നവന് തണുപ്പ് ലഭിക്കും. പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇന്ന് നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ, ഈ സമൂഹത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സന്തോഷങ്ങൾ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. എങ്ങനെ നമുക്ക് തിരികെ ലഭിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ ദൈവവചനം ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. 3 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. 1, മറ്റുള്ളവരെ സഹായിക്കുക. 2, മറ്റുള്ളവരെ സ്നേഹിക്കുക. 3, പങ്കിടുക. ഈ കാര്യങ്ങളാണ് ഈ ധ്യാന ചിന്തയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. സ്നേഹം എങ്ങനെ നമുക്ക് തിരികെ ലഭിക്കുവാൻ കഴിയും? മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ, മറ്റുള്ളവരെ നാം സ്നേഹിക്കുന്നതിലൂടെ നമുക്ക് ഈ സ്നേഹം തിരികെ ലഭിക്കുവാൻ കഴിയും. ഇന്ന് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം: നാം ആരെ സഹായിക്കും? നാം ആരെ സ്നേഹിക്കും? ഈ ധ്യാന ചിന്തയിലൂടെ നാം ചിന്തിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണ സമയത്ത് തനിക്ക് ഭാരമേറിയ കുരിശുമായി ഗോൽഗോഥാ മലയിലേക്ക് കയറിപ്പോകുമ്പോൾ ഭാരമേറിയ കുരിശ് തനിക്ക് വഹിക്കുവാൻ കഴിയാതെ കാലിടറിപ്പോകുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. താൻ തകർന്നു വീണ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നാം അവിടെ നോക്കുമ്പോൾ ഒരു മനുഷ്യൻ യേശുവിന്റെ കുരിശ് താങ്ങുവാൻ കടന്നു വരികയാണ്. കുറേനിക്കാരനായ ശീമോൻ. ആ സന്ദർഭത്തിലാണ് കുറേനിക്കാരനായ ശീമോൻ പെസഹ പെരുന്നാളിന് വേണ്ടി യെരുശലേമിലേക്ക് എത്തിച്ചേർന്നത്. അവിടുത്തെ കാഴ്ചകൾ കണ്ട് നടക്കുന്ന സന്ദർഭത്തിൽ ഒരു ശബ്ദകോലാഹലം കേട്ടുകൊണ്ട് അദ്ദേഹം കടന്നു വന്ന് അദ്ദേഹം കണ്ട കാഴ്ച എന്ന് പറയുന്നത് യേശു എന്ന ആ മനുഷ്യൻ ഒരു ഭാരമേറിയ കുരിശുമായി വഹിച്ച് കടന്നു പോകുന്ന ദൃശ്യമാണ്. തൻ്റെ മുഖം മുഴുവനും മുള്ളുകൾ ഏറ്റുകൊണ്ട് ചോര വാർന്ന് തൻ്റെ മുഖം വിരൂപമായി ഒരു മുൾക്കൊരിടത്തോടുകൂടി അതിലേറെ അധികമായി ഭാരമേറിയ കുരിശുമായി വേച്ച് നടക്കുന്ന യേശുവിനെ കണ്ടപ്പോൾ ശീമോന് വളരെയധികം ഭാരമുണ്ടായി. കാരണം ഈ പെസഹ പെരുന്നാളിന് വേണ്ടി അദ്ദേഹം കടന്നു വന്നപ്പോൾ കഴിഞ്ഞ ദിവസം ജനം യേശുവിന് ഹോശന്ന പാടിയവർ, യേശുവിൻ്റെ കൂടെ നടന്നവർ, യേശുവിന് വേണ്ടി സകലതും സമർപ്പിച്ചവർ ഇന്ന് ആരുമില്ലാതെ ആ കുരിശുമായി, ആ ഭാരമേറിയ കുരിശുമായി താൻ വഹിച്ചുകൊണ്ട് പോകുന്നത് അവർക്ക് കാണുവാൻ കഴിഞ്ഞു. പ്രിയ ദൈവത്തിന്റെ ജനമേ, നാം അവിടെ പഠിക്കുമ്പോൾ ഈ ഭടന്മാർ ശീമോനോട് തൻ്റെ കുരിശു ചുമക്കുവാൻ തക്കവണ്ണം ഓർപ്പിച്ചപ്പോൾ ഒരു ഭയവും കൂടാതെ യേശുവിൻ്റെ കുരിശു ചുമക്കുവാൻ ശീമോൻ മുന്നോട്ട് വരികയാണ്. ആ കുരിശ് വഹിച്ചുകൊണ്ട് ഗോൽഗോഥാ മലയുടെ മുകളിലേക്ക് ശീമോൻ കയറുമ്പോൾ തനിക്ക് മുമ്പ് നടന്ന യേശുവിനെ അവൻ നോക്കുകയാണ്. തനിക്ക് മുമ്പ് നടന്ന യേശുവിൻ്റെ ജീവിതത്തെ അവൻ ഓർക്കുകയാണ്. ഇന്ന് ഈ ധ്യാനചിന്തയിലൂടെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നാം യേശുവിൻ്റെ പിന്നാലെ ഈ കുരിശു ചുമന്നുകൊണ്ട് നാം നടക്കേണ്ടത് ആവശ്യമാണ്. യേശുവിൻ്റെ പിന്നാലെ ഈ കുരിശു ചുമന്നുകൊണ്ട് നാം നടക്കുന്നുവെങ്കിൽ നഷ്ടപ്പെട്ട സന്തോഷം നമുക്ക് തിരികെ ലഭിക്കും. ഈ മനുഷ്യൻ യേശുവിനെ സഹായിക്കുവാൻ തക്കവണ്ണം മനസ്സ് കാണിച്ചതുകൊണ്ട്, ഈ മനുഷ്യൻ യേശുവിനെ സഹായിച്ചതുകൊണ്ട് അവന് വലിയൊരു സന്തോഷം അവന് തിരികെ ലഭിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട്, മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട്, മറ്റുള്ളവരെ കരുതിക്കൊണ്ട് നമുക്കും നഷ്ടപ്പെട്ട സന്തോഷം തിരികെ ലഭിക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു ചെറിയ സഹായം, ഒരു നല്ല വാക്ക്, ഒരു പ്രാർത്ഥന ഒരാളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടാക്കും. അതുപോലെ തന്നെ നമുക്ക് നഷ്ടപ്പെട്ട സന്തോഷം പുനഃസ്ഥാപിക്കുവാൻ കഴിയും. ഈ നോമ്പ് കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ട സന്തോഷം നമുക്ക് തിരികെ ലഭിക്കുവാൻ യേശുക്രിസ്തുവിന്റെ കൂടെ നടക്കാം, അവന്റെ കുരിശുമേന്തി നടക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.